ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിളിമീൻ കറി തേങ്ങാപ്പാലൊഴിച്ച് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റോട് കൂടി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. അപ്പോൾ അതിനായിട്ട് കിളിമീൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ തേങ്ങാപ്പാൽ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില. ഈ വെളുത്തുള്ളി ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നിട്ടേക്കണത്, ഇഞ്ചി അരിഞ്ഞ് പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ട് പുളി ആവശ്യത്തിന് വേണ്ടി അതിനാവശ്യമായ കുടംപുളി എടുക്കുക. ഈ പുളി ഭയങ്കര പുളിയാണ്, അതുകൊണ്ട് ഞാൻ 2 പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല പുളിയുള്ള കുടംപുളിയാണത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് കുടംപുളിയും എടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഉലുവ പൊട്ടിക്കണം. അതിനുശേഷം ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ് കേട്ടത്. ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണതിൻ്റെ ആ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഈ തേങ്ങ അരച്ച് ഉണ്ടാക്കണതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യണമെങ്കിൽ കേട്ടോ. മീൻ കറിക്ക് സവാളയൊക്കെ വഴറ്റുമ്പോൾ നന്നായിട്ട് മൊരിയണം, അല്ലെങ്കിൽ ഒരു മധുരം തോന്നിക്കും കറിക്ക്, ഒരു മധുരിപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് മൂക്കണം സവാള. ഇപ്പോൾ നമ്മുടെ സവാള മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആ പൊടി നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുത്തിട്ട്, കരിഞ്ഞു പോവരുത്, സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇനി ഇതിലേക്ക് കുടംപുളിയും ഉപ്പും ഇട്ട് കൊടുക്കണം. ഇത് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് മീനിട്ട് കൊടുക്കണം. ഇപ്പോൾ തിള തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ കിളിമീൻ ഇങ്ങനെ മാത്രമേ കറി വെക്കാറുള്ളൂ കേട്ടോ. തേങ്ങ അരച്ച് വെക്കണേലും ടേസ്റ്റ് ഇതുപോലെ വെക്കണേണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്കും തരണം, കമൻസൊക്കെ അറിയിക്കുക നിങ്ങളുടെ. ഇനി എൻ്റെ വീഡിയോസ് കുറച്ചുകൂടി നന്നാക്കേണ്ടതുണ്ട്. അതെല്ലാം നിങ്ങളതൊക്കെ എൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അതുപോലെ എൻ്റെ കുറവുകളൊക്കെ നികത്തി മുന്നോട്ട് പോകാം. എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ ശരിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തിട്ടായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കിളിമീൻ കറി. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.